ഈ ഉമ്മയുടെ അവസ്ഥ ഇപ്പോൾ സ്ഥിരീകരിച്ചു. എന്താണ്? വളരെ ക്രിട്ടിക്കലാണെന്നാണ് പറയുന്നത്. നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ ഉമ്മയുടെ അവസ്ഥ വളരെ ക്രിട്ടിക്കലാണ്. രക്ഷപ്പെടാനുള്ള സാധ്യത നന്നേ കുറവാണെന്ന് പറയുന്നു. ICUവിലാണ്. ബ്രെയിൻ ഡെത്ത് സംഭവിച്ചോ എന്നതൊരു സംശയമുണ്ട് എന്നവർ പറയുന്നു. പക്ഷേ നമുക്ക് ഒഫീഷ്യൽ അല്ലാത്തത് കൊണ്ട് കൊടുക്കാൻ കഴിയില്ല. ഇപ്പോൾ നിലവിൽ 5 പേരുടെ മരണം തന്നെയല്ലേ സ്ഥിരീകരിച്ചിരിക്കുന്നത്? അതെ അരുൺ. അല്പസമയം മുമ്പ് ഇവിടെ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലാണ്. ഇവിടെ ഇപ്പോൾ സ്ഥലത്തു നിന്നുള്ള പ്രതികരണങ്ങൾ കൂടി വരുന്നുണ്ട്. തത്സമയം കാണാം. അവിടെ നിന്ന് അതിനുശേഷമാണ് ഫയർ എഞ്ചിനും ഞങ്ങൾക്ക് അറിയണം ഈ സംഭവം, ഇങ്ങനെയുള്ളൊരു സംഭവം. ഇല്ല, ഇത് ആ വീടിനകത്ത് കയറിയാ പിന്നെ ആരും അറിയില്ല. ഇവിടെ അടുത്ത നമ്മളെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും പറഞ്ഞില്ല. അങ്ങനെയുള്ള ഒരു സംഭവം. അടുത്ത തൊട്ടൊരു പോലീസ് റിട്ടയർഡ് പോലീസ് ഓഫീസർ പുള്ളിയുണ്ട്. പുള്ളിയൊന്നും സൗണ്ടൊന്നും അവരെ കേട്ടിട്ടില്ല. ഇല്ല, അവര് അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അവര് കണ്ടില്ല. നമ്മളെ കൂട്ടുകാരൊപ്പം പറഞ്ഞത് അങ്ങനെ ഒരു പെൺകുട്ടി ഇതിനകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു, വിളിച്ചോണ്ട് വന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ ആ പെൺകുട്ടി ഉള്ളതായിട്ട് വേറൊരാൾ പറഞ്ഞത് 2 ദിവസം മുമ്പ് കണ്ടിട്ടുണ്ട് എന്ന് പറയാനായിട്ട് വേറൊരാൾ പറയണം. പക്ഷേ ഈ പരിസരവാസികൾ ആരും കണ്ടതായിട്ട് ഇതുവരെ നമ്മളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ അടുത്തുള്ള നമ്മളെപ്പോഴും ഇതിൽ നടന്നു പോകുന്ന അപ്പുറം കടയുള്ളതാണ്. ഞങ്ങൾ അവിടെയാണ് താമസിക്കുന്നത്, ജംഗ്ഷനിലാണ് താമസിക്കുന്നത്. അപ്പം പറഞ്ഞിട്ടില്ല. ഈ കുട്ടി ഇന്നലെ മെനിങ്ങാന്നൊക്കെ അതിൽ വരണതും കണ്ടിട്ടുണ്ട്. ഇപ്പോൾ തള്ളയും 2 ആമക്കളും. ഗ്യാസ് തുറന്നു വിട്ടിരുന്നല്ലോ, അപ്പൊ അതിന്റെ സ്മെൽ എന്തെങ്കിലും നിങ്ങൾ അറിഞ്ഞിരുന്നോ നേരത്തെ? ഞങ്ങളിവിടെ വേണ്ടേ, ഞങ്ങൾക്ക് പോലീസ് വന്നതിന് ശേഷമല്ലേ ഞങ്ങൾ വരുന്നത്. നല്ല സഹകരണമുള്ള ആൾക്കാരാണ്. തന്തയും അവന്റെ മാമമാരും മറ്റുള്ള ഈ കൊച്ചും അവരൊക്കെ നല്ല ഇതുള്ളതാണ്. കോഴിയൊക്കെ വളർത്തി മുട്ട നമ്മളെ കടകളിലൊക്കെ കൊണ്ടുതരുന്ന പാർട്ടിയാണ്. ഇടയ്ക്ക് വിദേശത്തായിരുന്നല്ലോ അഫാൻ, എന്നായിരുന്നു നാട്ടിലേക്ക് മടങ്ങി എത്തിയത്? എന്നായിരുന്നു 2-3 മാസം തള്ളയും കൊണ്ട് പോയിട്ടാണ് വന്നത്. വിസിറ്റിംഗിൽ പോയിട്ട് വന്നതാണ്. ക്യാൻസർ ആണ്, പേഷ്യന്റ് ആണ്. അതറിയില്ല. അത് കട ഗൾഫിൽ സൗദിയിൽ കട നടത്തുകയാണ്. അവൻ കടയിൽ കൂടെ എന്നിട്ട് ഇവിടെ വന്ന അങ്ങനെ വെളിയിലൊന്നും അവന്റെ ഈ ദുസ്വഭാവം നമ്മൾ കാണാറില്ലല്ലോ. എങ്കിലല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇല്ല, പുള്ളി നമ്മൾ കാണുന്ന രീതിയിൽ ബുള്ളറ്റുമായിട്ടൊക്കെ ഇതിലിങ്ങനെ വരും, കാറുമായിട്ടൊക്കെ ഇതിൽ അവന്റെ കൊച്ചു മുകളിൽ താമസമുണ്ട്. അവിടെയൊക്കെ പോയി വരണത് നമ്മൾ കാണാം. തള്ളയായിട്ടൊക്കെ ഇളയ പയ്യെ നടന്നു വരുന്നത് നമ്മൾ കാണാം. ഈ ചുള്ളാളത്തുള്ള ലത്തീഫ് ഈ മരണപ്പെട്ട 2 പേരുണ്ടല്ലോ, അത് 5 പേരുടെ അടുത്ത് കൺഫേം ആണ്. ബാക്കി ഒരാൾ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. ഇല്ല, അത് ചോദ്യം ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതെ. ഉള്ളിൽ പരിശോധിച്ചിട്ട് എന്തെങ്കിലും ഇല്ല, അത് വെട്ടി തന്നെയാണ് കൊന്നിരിക്കുന്നത്. അല്ലേ, ഹാമറാണ്. ഹാമർ കൂടുതൽ പ്രതികരണങ്ങൾ നമ്മൾ കിട്ടുന്നു. ഇപ്പോൾ പേരുമലയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഒരു നാടാകെ അവിടെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട്. അരുൺ സോളമൻ ചേരുന്നു. അരുൺ സോളമൻ നമുക്കൊപ്പമുണ്ട്. TV പ്രസാദ് ഉണ്ട്, ആദിൽ പാലോടുണ്ട്. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ വളരെ ഞെട്ടിക്കുന്ന ഒരു കൂട്ടക്കൊലയുടെ വിവരങ്ങളാണ്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമ്മൂട്ടിലാണ് സംഭവം. വെഞ്ഞാറമ്മൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും പാങ്ങോട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുമായിട്ടാണ് 3 കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നത്. നമുക്ക് പ്രതികരണങ്ങൾ എടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ TV പ്രസാദിലേക്ക് പോകുന്നു. TV പ്രസാദ്, ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നത് 5 പേരുടെ കൊലപാതകം അത് സ്ഥിരീകരിച്ചിരിക്കുന്നു. 6ാമത്തത് ഈ അഫ്ഫാന്റെ ഉമ്മയാണ്. ഉമ്മ ഷമീം ഇപ്പോൾ ഗോകുലം മെഡിക്കൽ കോളേജിൽ വളരെ ക്രിട്ടിക്കലായ അവസ്ഥയിൽ തുടരുകയാണ്. എന്താണ് ഈ കൊലപാതകത്തിന് പ്രേരിപ്പിച്ചതെന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന മൊഴി? ഇതിൻ്റെ സ്ഥിരീകരണത്തിലേക്ക് പോലീസും വരുന്നതേ ഉള്ളൂ അരുൺ. കാരണം ഇത് ഒരു വ്യക്തത ഇതുവരെയും പോലീസിന് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അല്പസമയം മുമ്പ് അവിടെ നിന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് DYSPയോടാണ് നമ്മൾ സംസാരിച്ചത്. ഇതിൻ്റെ മോട്ടീവ് അതെന്താണ് എന്ന സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെയും പോലീസ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി പറയുകയും ചെയ്യുന്നത്. ഇപ്പോൾ എല്ലാവരും പോലീസ് ടീം ഉൾപ്പെടെ ഇതിൻ്റെ ഒരു ഞെട്ടലിലും ഒരു പരിഭ്രമത്തിലും തന്നെയാണുള്ളത്. കാരണം ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സംഭവം തന്നെ ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത്. നമുക്ക് ഒരു നിമിഷം പ്രസാദ്, ഞാൻ കൂടുതൽ പ്രതികരണങ്ങൾ നമുക്ക് ഈ സ്ഥലത്ത് നിന്ന് വരുന്നു.